നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. വയനാട് കേടിച്ചിറയിൽ വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവ കൂട്ടിലായി. താഴെ കിഴക്കേൽ സാബുവിന്റെ വീട്ടുപറമ്പിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. സുജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുജിത്ത് അവിടേക്ക് എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിത്ത്? ഞാനിത് ആ കൂടിൻ്റെ തൊട്ടടുത്താണ് ഉള്ളത് ഉന്മേഷ്. അല്പസമയം മുമ്പാണ് ഈ കടുവ കൂട്ടിലായിരിക്കുന്നത്. തോൽപ്പെട്ടി 17 എന്ന പേരുള്ള ആ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി കേണിച്ചിറ മേഖലയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു വലിയ ഭീതി പരത്തിയിരുന്ന കടുവയാണിത്. 4 പശുക്കളെയാണ് ഈ 3 ദിവസത്തിനകം തന്നെ കടുവ കൊന്നിരിക്കുന്നത്. വ്യാഴാഴ്ചയാണ് ആദ്യമായി ഈ സംഭവം ഉണ്ടാകുന്നത്. വ്യാഴാഴ്ച ഇവിടെ തൊട്ടടുത്തുള്ള ഒരു വയലിൽ ഈ വർഗീസ് എന്ന് പറയുന്ന ആളുടെ പശുവിനെയാണ് ആദ്യം ഈ കടുവ പിടികൂടുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രി സാബു എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ ഈ കൂട്ടിൽ കുടുങ്ങിയത് സാബുവിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള സ്ഥലമാണ്. ഈ സാബുവിൻ്റെ വീട്ടിലാണ് ഈ കടുവ പിന്നീട് എത്തുകയും ഇവിടെ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ കൊല്ലുകയും ചെയ്തു. ഇതിനുശേഷം ഇന്ന് പുലർച്ചെ മാളിയേക്കൽ ബെന്നി എന്ന് പറയുന്ന ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ മാത്രം അകലെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. ആ വീടിൻ്റെ തൊഴുത്തിലേക്ക് എത്തുകയും അവിടെ 2 പശുക്കളെയാണ് ഈ കടുവ കൊന്നത്. ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ജഡം ഉൾപ്പെടെ വെച്ചുകൊണ്ട് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. ഈ പശുവിൻ്റെ ജഡം ഉൾപ്പെടെ വെച്ചുകൊണ്ട് പിന്നീട് ഇന്ന് വൈകിട്ട് ഒരു ഭയപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ പുറംലോകത്തേക്ക് എത്തിച്ചതാണ്. അത് ഈ കടുവ വന്ന് നേരെ തൊഴുത്തിലേക്ക് കയറുകയാണ്. ഈ ജഡം തേടിയാണ് എത്തുന്നത്. പക്ഷേ ജഡം കുഴിച്ചിട്ടിരുന്നു. ഇതിൻ്റെ ജഡം തേടി എത്തുകയും പിന്നീട് ഇത് നേരെ ആട്ടിൻകൂട്, തൊട്ടടുത്താണ് ആട്ടിൻകൂടുള്ളത്, മാളിയേക്കൽ ബെന്നിയുടെ വീടിൻ്റെ ആട്ടിൻകൂടിൻ്റെ സമീപത്തേക്ക് എത്തുകയും അതിൻ്റെ മുകളിൽ തല്ലുകയുമാണ് ഉണ്ടായത്. അതേ തുടർന്ന് ഈ ആട് ചാവുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. അത് ഹൃദയാഘാതം മൂലമാകാമെന്നുള്ള സംശയമാണ് ഉള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പരിശോധനകളെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. അതിനുശേഷം ഈ കടുവ എത്തുന്നത് ഈ ഭാഗത്തേക്കാണ്. പിന്നീടാണ് ഈ സാബുവിൻ്റെ വീട്ടിൽ സ്ഥാപിച്ച ഈ കൂട്ടിൽ കടുവ അകപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ DFO ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി. DFO ഇൻചാർജ് ആയിട്ടുള്ള P. രഞ്ജിത്ത് അടക്കമുള്ള ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കടുവയെ ഇപ്പോൾ കൂട്ടിൽ ആക്കി അതിനെ മറച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും നേരെ കൊണ്ടുപോകുന്നത് കുപ്പാടിയിലെ മൃഗപരിചരണ കേന്ദ്രത്തിലേക്കാണ്. അത് വനംവകുപ്പിന് കീഴിലുള്ള മൃഗപരിചരണ കേന്ദ്രമാണ്. ആ കൂട്ടിലേക്കാണ് ഈ കടുവയെ മാറ്റുന്നത്. അതിനുശേഷം കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടക്കും. ഇതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധന നടക്കും. ഒരുപക്ഷെ അവശ്യ നിലയിലാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം നടക്കേണ്ടത്. അത്തരത്തിൽ ഒരു പരിശോധനയ്ക്ക് ശേഷം അതിനെ തുറന്നു വിടുകയാണോ അതോ മറ്റേതെങ്കിലും മൃഗശാലയിലേക്ക് മാറ്റുകയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും അത്തരം നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ DFO ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ആളുകളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടേക്ക് കടത്താനൊന്നും അനുവദിക്കുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ 3 ദിവസമായി വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയ കടുവയാണിത്. എന്തായാലും മറ്റ് നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സർ, ഇനിയുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്? ഇതിനെ നമ്മൾ ഇവിടുന്ന് ആദ്യം ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആരോഗ്യസ്ഥിതി ആദ്യം നോക്കണം. ഇപ്പോൾ ഡോക്ടറുള്ള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അടുത്തുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും ഒരു പോയിന്റ് ചെന്നിട്ട് ഡോക്ടർ പരിശോധിച്ച ശേഷം നമ്മൾ അടുത്ത നടപടി എടുക്കുകയുള്ളൂ. ഇവിടെ നിന്നും നേരെ കുപ്പാടിയിലേക്കാണ് കൊണ്ടുപോകുന്നത്? അല്ല, അത് ഡോക്ടറെ ഇടയ്ക്ക് വെച്ച് കാണും നമ്മൾ. അപ്പോൾ നമ്മൾ ഏതാണ് നിയറസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ പോയതിന് ശേഷം ഇത് പരിശോധിക്കണം. കാരണം എന്താണ് ഇഞ്ചുറി എന്നുള്ളത് നോക്കണം, ഹെൽത്ത് ഒന്ന് നോക്കണം. അതിന് ശേഷം നമ്മൾ കുപ്പാടിയിലേക്ക് നിൽക്കുന്ന കാര്യം ആലോചിക്കും. എന്തായാലും DFO ഇൻചാർജ് P. രഞ്ജിത്താണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇനി ഇവിടെ നിന്നും നേരെ കുപ്പാടിയിലേക്ക് പോകുന്ന വഴി പരിശോധന നടക്കുമെന്നുള്ളതാണ്. ആ പരിശോധനയ്ക്ക് ശേഷമാവും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ള വിവരമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖലയിലെ ആളുകൾ വലിയ രീതിയിലുള്ള ഭീതിയിലായിരുന്നു. ആ ഭീതി വലിയ അളവിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരം ദൃശ്യങ്ങൾ കൂടി പുറത്ത് വന്നൊരു സാഹചര്യമുള്ളത്. നിങ്ങളൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകൾ നാട്ടുകാർ തന്നെയാണ്. ഭയങ്കര ഭീതിയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് ജനങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ജനങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്താ ചെയ്യുക, നമുക്ക് പുറത്തിറങ്ങാൻ ജീവിക്കാൻ പറ്റാത്തൊരു മാർഗ്ഗ സിറ്റുവേഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇനിയും ഉണ്ടോ നമുക്ക് ഇനി അറിയാൻ പറ്റുന്നില്ല. ഇനി കടുവയുണ്ടോ എന്ന് പോലും നമുക്കിനി ഭയങ്കര ആശങ്കയായിട്ട് നമ്മളിപ്പോഴും ഇനി ഇരിക്കുവാണ്. എന്തായാലും ഇതാണ് ഈ ആളുകളെ സംബന്ധിച്ച് പറയുന്ന ഇക്കാര്യമാണ്. വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിനൊക്കെ ഒരു മാറ്റം വരുന്നു എന്നുള്ളത് ആശ്വാസകരം. പ്രത്യേകിച്ച് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഈ ആളുകളുടെ പ്രതിഷേധം കനപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഒരു ആട് ചാവുന്ന ഒരു നിലയും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് ഒരുപക്ഷെ നാളെ വലിയൊരു അളവിലേക്ക് പ്രതിഷേധത്തിലേക്ക് അത് മാറാനുള്ള സാധ്യതയെല്ലാം ഉണ്ടായിരുന്നു.
അതിനെല്ലാം തന്നെ ഒരു പരിധിവരെ ആശ്വാസം, ആളുകളെ സംബന്ധിച്ച ആശ്വാസം. ഈ മേഖലയിലെ മാത്രമല്ല ഈ മേഖലയിലെ ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ അളവിൽ ആശ്വാസം, വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആശ്വാസം, മറ്റ് മേഖലയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കുമെല്ലാം തന്നെ വലിയ ആശ്വാസത്തിന് വഴി നൽകുന്ന വിധത്തിലാണ് ഇപ്പോൾ കടുവ കൂട്ടിലായിരിക്കുന്നതിന് മയക്കുവെടി വെക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും അതിലേക്ക് കടക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ കടുവ കൂട്ടിലായി എന്നുള്ളത് തന്നെയാണ്. തോൽപ്പെട്ടി 17 എന്നുള്ള കടുവയാണ്. ഈ കടുവയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആനിമലാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി അന്വേഷണം നടത്തേണ്ടതുണ്ട്. അത്തരം അന്വേഷണത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കും. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉണ്ടാകും. ഡോക്ടർ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ള വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം ഇവിടേക്ക് വരുന്നുണ്ട്. അവർ പ്രാഥമികമായ പരിശോധന പൂർത്തിയാക്കും. ആ പരിശോധനയ്ക്ക് ശേഷമാകും മറ്റു നടപടിയിലേക്ക് കടക്കുക. ഈ ആളുകളെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ ഒരു ഭയം, ആശങ്ക ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകളാണ് ഈ കാണുന്നത്. അവർക്കൊക്കെ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വലിയ സന്തോഷമുണ്ട് പിടിച്ചതിൽ. ആശങ്ക കുറച്ച് ഒഴിവായി സാറേ. ഇനിയുണ്ട് അതിനകത്ത്, ഇനിയുണ്ട് വേറെയും കടുവകളുണ്ട് ഇതിനകത്ത്. ആശങ്ക ഞങ്ങൾക്ക് പോയി എന്ന് പറയാൻ പറ്റില്ല. ആനയായിട്ടും കടുവയായിട്ടും ഞങ്ങൾക്ക് ഇനിയും വളരെ പ്രശ്നങ്ങളാണ്. ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു കടുവേനെ പിടിച്ചിട്ടുള്ളൂ. ഇനി ആനയൊക്കെ ഉണ്ട്, കാട്ടുപന്നികളുണ്ട്, മാനുണ്ട്. അപ്പോൾ നമുക്ക് ശാശ്വതമായൊരു പരിഹാരം കിട്ടണം. ഇതുപോലെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണ്ട നമുക്ക്. ഈ ഒരു പരിഹാരം മാത്രം പോരാ, ഇതിന് ശാശ്വതമായിട്ടുള്ള കാലാകാലങ്ങളിലേക്കുള്ള ഒരു പരിഹാരം വേണം. ഇവിടെയുള്ള എല്ലാവർക്കും ജീവിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. അതിന് മേലുദ്യോഗസ്ഥർ ഇത് എന്താണെങ്കിലും കാര്യഗൗരവമായിട്ട് തന്നെ കണ്ട് അതിന് വേണ്ടത് എന്താണെന്ന് ചെയ്തു തരണം. ഇത്ര ദിവസമായി നിങ്ങൾ വലിയ പേടിയിലായിരുന്നല്ലേ? ഞങ്ങൾ 2-3 ദിവസമായിട്ട്, മാസങ്ങളെന്ന് പറഞ്ഞാൽ മതി, 2-3 ദിവസമായി ഉറക്കമൊന്നുമില്ല. അവിടെ നിൽക്കുമായിരുന്നു. കുറേ ദിവസമായിട്ട് ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇവിടെ തന്നെ നിൽക്കുന്ന കുറേ പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പരിധി വരെ ആശ്വാസമായിട്ടുണ്ട്. എന്തായാലും ആ ട്രാക്ടർ എത്തുന്നു. ആ ട്രാക്ടർ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഈ കൽപ്പറ്റ റേഞ്ച് ഓഫീസർ ഹാഷിഖ്, അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അബ്ദുൽ ഗഫൂർ ഉൾപ്പെടെയുള്ള ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ട്രാക്ടർ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിന് ശേഷമാണ് കുപ്പാടിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാവുക. കുപ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്രാഥമിക പരിശോധന നടക്കും. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 15 മിനിറ്റിനകം തന്നെ ഇതിനെ പൂർണ്ണമായി കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ് പറയപ്പെടുന്നത്. ഇതിനെ പൊക്കിയെടുത്തുകൊണ്ട്, ആ കൂടെടുത്തുകൊണ്ട് നേരെ ഈ ട്രാക്ടറിലേക്ക് വയ്ക്കും. അതിനുശേഷം ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം നടപടികളിലേക്ക് കടക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. വലിയ രീതിയിലുള്ളൊരു ആശ്വാസം ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. ഒരു പക്ഷേ നാളെ ഈ ഒരു ആട് കൂടി ചത്ത സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയെല്ലാം ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ ഒരു പരിധിവരെ പരിഹാരം ആയി എന്ന് ആശ്വസിക്കാം. മയക്കുവെടി വെക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മയക്കുവെടി വെക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ അവശനിലയായ കടുവയാണെങ്കിൽ മയക്കുവെടി വെക്കുമ്പോൾ അത് ചാവാൻ ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഒരു പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും അവർക്കും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആണ് ഉണ്ടാവുക. എന്തായാലും അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായില്ല, അത്തരം നടപടികളിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. നിലവിലിപ്പോൾ എന്തായാലും കടുവയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. ഇപ്പോൾ ആ ട്രാക്ടർ എത്തിച്ചുകൊണ്ട് അവിടേക്ക് പതുക്കെ ഈ കൂട് ട്രാക്ടറിനകത്തേക്ക് കയറ്റാനുള്ള ശ്രമമാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആദ്യമായി കടുവ ആക്രമണം നടത്തുന്നത്. ആ ആക്രമണം നടത്തുന്നത് വർഗീസ് എന്നയാളുടെ വയലിൽ കെട്ടിയിരുന്ന ഒരു പശുവിനെയാണ് ആദ്യം ആക്രമിക്കുന്നത്. ഇതിനുശേഷം ഇന്നലെ വൈകിട്ടാണ് വീണ്ടും ഒരു ആക്രമണം ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് സാബു എന്നു പേരുള്ള, അതായത് ഈ കൂടിനടുത്ത് ഈ കടുവ കുടുങ്ങിയ പ്രദേശത്ത്, അതായത് സാബു എന്ന ആളുടെ വീട്ടുപറമ്പാണിത്. ആ പറമ്പിൽ ഇവിടെ തൊഴുത്തിലുണ്ടായിരുന്ന പശുവിനെ ആക്രമിച്ചു കൊന്നു. അതിനുശേഷമാണ് നേരെ പുലർച്ചെ ഇതിന് മുകളിലുള്ള മാളിയേക്കൽ ബെന്നി എന്ന് പറയുന്ന ആളുടെ ക്ഷീരകർഷകൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ തൊഴുത്തിലേക്ക് എത്തുകയും രണ്ട് പശുക്കളെ കടുവ ആക്രമിച്ചു കൊല്ലുകയും ചെയ്തത്. അതാണ് വലിയ പ്രതിഷേധത്തിലേക്ക് മാറിയത്. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായും അത് പ്രതിഷേധത്തിന് വഴിമാറുന്ന സ്ഥിതിയിലേക്ക്
കാര്യങ്ങൾ മാറുകയാണ് ഉണ്ടായത്. ആ പ്രതിഷേധം തെരുവിലേക്കെത്തി. അത് കേണിച്ചിറ നഗരത്തിൽ പനമരം ബത്തേരി റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. ആ ഉപരോധം സംഘടിപ്പിച്ചതിന് അതിൻ്റെ പിന്നാലെ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. വനം മന്ത്രി വിഷയത്തിൽ ഇടപെട്ടു. പ്രത്യേകിച്ച് ഇവിടെ ഉദ്യോഗസ്ഥരില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. DFO ആയിരുന്ന ഷജ്ന കരീം കാസർഗോഡേക്ക് സ്ഥലം മാറിപ്പോയതിനു ശേഷം മറ്റൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. മാത്രമല്ല ഇവിടുത്തെ റേഞ്ച് ഓഫീസറും ഈ പ്രദേശത്തില്ല. റേഞ്ച് ഓഫീസർ അബ്ദുൾ സമദ് അദ്ദേഹം ട്രെയിനിങ്ങിലാണ് ഉള്ളത്. അദ്ദേഹം ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വാളയാറിലാണുള്ളത്. പിന്നെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറാണ്, അദ്ദേഹം അവധിയിലാണ്. അങ്ങനെ ഉദ്യോഗസ്ഥരില്ലാത്ത ഒരു നാഥനില്ലാ കളരി എന്നുള്ള തരത്തിലേക്ക് ഈ വയനാട് സൗത്ത് ഡിവിഷൻ മാറുന്നൊരു സ്ഥിതി ഉണ്ടായി. ചാർജ് നൽകിയിരിക്കുന്നത് പാലക്കാട് ACF ആയിട്ടുള്ള P രഞ്ജിത്തിനാണ്. അദ്ദേഹത്തിന് ഈ 4 മണിക്കൂറോളം യാത്രയുണ്ട്. വന്നു പോവുക എന്നുള്ളത് പോലും അത്ര കണ്ട് എളുപ്പമായ ഒരു സംഗതിയല്ല എന്നുള്ളതും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവുകൾ പാലിക്കാനും നടപ്പാക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ വലിയ രീതിയിലുള്ളൊരു കാലവിളംബം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രതിസന്ധി. എന്തായാലും അതിനൊരു മാറ്റം വരുന്നു. നാളെ പുതിയ DFO അജിത് കെ രാമൻ ചുമതലയേൽക്കുന്നു. അപ്പോൾ അത്തരം പ്രതിസന്ധികൾ ഒഴിവാകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ കൂട് കയറ്റാനുള്ള ശ്രമം, ആ ദൃശ്യമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് ഈ ട്രാക്ടറിനകത്തേക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള ആ ഒരു ശ്രമമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശവാസികൾക്ക് വലിയ അളവിലുള്ള ആശ്വാസം പകരുന്ന ഒരു നടപടിക്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നും ഒരുപക്ഷെ മയക്കുവെടി വെക്കാൻ മയക്കുവെടി വെക്കാനുള്ള ശ്രമമാണ് നടന്നിരുന്നത്. പക്ഷേ ആ ശ്രമം അതിൻ്റെ ആവശ്യം വന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വനംവകുപ്പുകാരെ സംബന്ധിച്ച ആശ്വാസം. ഒരുപക്ഷെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്ന, അതായത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തലവേദനയാവുന്ന വിധത്തിൽ ഒരുപക്ഷെ മയക്കുവെടി വെച്ചാൽ ഇത് ചാകാനുള്ള സാധ്യത ഉൾപ്പെടെ ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ പ്രതിസന്ധിയിലേക്ക് മാറാനുള്ള സാധ്യത ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം സാധ്യതകൾക്ക് ഒന്നും തന്നെ, അത്തരം പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാത്ത വിധത്തിൽ ഇപ്പോൾ വനംവകുപ്പിനും കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ ആളുകളെ, പ്രദേശവാസികൾക്ക് വലിയ അളവിൽ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ആശ്വാസകരം. എന്തായാലും നടപടികൾ പുരോഗമിക്കുന്നു. ഈ കൂട് പതുക്കെ കയറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായാലും അത് കയറ്റുന്നു. ആ കയറ്റുന്നതാണ് ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരം നടപടികളിലേക്ക് വലിച്ച് അതിനെ കയറ്റാനുള്ള ശ്രമമാണിപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂട് കയറ്റാനുള്ള ശ്രമമാണിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. മഴ നേരിയ രീതിയിൽ പെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ഈ വയനാട്ടിലെ RRT സംഘത്തിന് പോലും, RRT സംഘം എത്രയോ മാസങ്ങളായി പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. വാഗേരിയിൽ, പുൽപ്പള്ളിയിൽ, ആദണ്ടയിൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, മൂലങ്കാവിൽ ഉൾപ്പെടെ ഈ വന്യമൃഗശല്യം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിനിടയിൽ വേലൂർ മക്കന, തണ്ണീർക്കൊമ്പൻ, അത്തരം പ്രശ്നങ്ങൾ കൂടി വയനാടിനെ ബാധിക്കുന്ന വിധത്തിലുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ അവരുടെ ഒരു ഇടപെടൽ ശ്ലാഘനീയമായ കാര്യം തന്നെയാണ്. ഈ RRT സംഘം അത്ര ശ്രമകരമായ ദൗത്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മയക്കുവെടി വെക്കേണ്ട ഒരു സാഹചര്യം ഒഴിവായതിൻ്റെ ആശ്വാസം വനംവകുപ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനി പരിശോധനയാണ് നടക്കേണ്ടത്. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കടുവയ്ക്ക് ഉണ്ടോ, അതിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, ഇതിനെ തുറന്നു വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത കടുവയാണെങ്കിൽ സ്വാഭാവികമായും തുറന്നു വിടുന്ന നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ പരിശോധന നടന്നിട്ടില്ല. ഇപ്പോൾ കൂട്ടിൽ കയറി പ്രാഥമിക പരിശോധന നടക്കേണ്ടതുണ്ട്. അത് ഡോക്ടർ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാകും അത്തരം പരിശോധനയിലേക്ക് കടക്കുക എന്നുള്ള കാര്യമാണ് വ്യക്തമാവുന്നത്. എന്തായാലും വലിയ അളവിലുള്ളൊരു ആശ്വാസം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. ജനങ്ങൾ അത്രമാത്രം ഒരു പ്രതിഷേധം മാറുന്നത് ഭീതിയുടെ ഭാഗമായി തന്നെയാണ്. അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ വഴിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ മാറ്റം വന്നിരിക്കുന്നു. ഇനി സ്വാഭാവികമായും മറ്റ് പ്രശ്നങ്ങൾ കൂടി നിഴലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരം അനുഭവങ്ങൾ തുടർച്ചയാകുന്നു. ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ എന്താണ് ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്നുള്ളത് ശാസ്ത്രീയമായ പഠനം കൂടിയേ തീരൂ എന്നുള്ളതാണ്. എന്തായാലും ആ കൂട് കയറ്റുന്നതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അത് വലിച്ച് കയറ്റുകയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്ന ആ ഒരു കാഴ്ചയാണ്. കൂട് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് നേരെ കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്കാണ് എന്നുള്ളത് DFO ഇൻചാർജ് P രഞ്ജിത്ത് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളില്ലാതെ, അതായത് കടുവയെ സുരക്ഷിതമായി അവിടേക്ക് എത്തിക്കേണ്ട ബാധ്യത കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രം സങ്കീർണമാണ്
വന നിയമം, അതോടൊപ്പം തന്നെ ഈ കടുവാ സംരക്ഷണ നിയമം, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഈ മാനദണ്ഡങ്ങൾ SOP ആ SOP എല്ലാം തന്നെ പാലിച്ചു വേണം. ഇതിന് കൃത്യമായ രീതിയിലുള്ള ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈൻ പാലിച്ചു വേണം നടപടിക്രമങ്ങളിലേക്ക് കടക്കാനെന്നുള്ളത് പ്രതിസന്ധിയാണ്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആ കൂട് ട്രാക്ടറിനകത്തേക്ക് കയറ്റുന്ന ശ്രമകരമായ ആ ഒരു ദൗത്യം തുടരുന്നു. ആ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആളുകളുടെ ആശങ്ക പൂർണ്ണമായും ഒഴിയുന്നില്ല. മറ്റ് വന്യമൃഗശല്യം, ആന ഉൾപ്പെടെയുള്ളവ ഇറങ്ങാറുണ്ടെന്ന് ആളുകൾ തന്നെ പറയുന്നുണ്ട്. കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ശല്യം ഈ മേഖലയിലുണ്ട് എന്നുള്ള ആളുകൾ പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഈ പ്രദേശവാസികളെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് ഈ കുപ്പാടി പഞ്ചായത്ത് എന്ന് ഇരുളം മേഖല എന്ന് പറയുന്നത് തന്നെ ഈ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നതാണ്. കാരണം അത്രമാത്രം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. സ്വാഭാവികമായും ആ ഒരു അളവിൽ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന പ്രദേശമാണ്. എന്തായാലും വലിയ ആശ്വാസം വനംവകുപ്പുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുണ്ട്. അത് അതിനെ കയറ്റുകയാണ്. എന്തായാലും കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ദൃശ്യത്തിൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കൂട് കയറ്റുന്നു. കൂട് ഇവിടെ നിന്നും നേരെ കൊണ്ടുപോകുന്നത് കുപ്പാടിയിലേക്കാണ്. അതിനു മുമ്പ് ഒരു പ്രാഥമിക ആരോഗ്യ പരിശോധന നടത്തുമെന്നുള്ളതാണ് DFO ഇൻചാർജ് P. രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നത്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ആ നടപടിയിലേക്ക് കടക്കും. ഈ പ്രദേശത്ത് കഴിഞ്ഞ 3 ദിവസമായി വലിയ രീതിയിൽ ഭീതി പരത്തിയിരുന്ന ആ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. ആ കടുവ കൂട്ടിലായിരിക്കുന്നു. ടാർപോളിലിട്ട് മറച്ചു. അതിനുശേഷം ഇവിടെ നിന്നും പതുക്കെ ഇവിടെ നിന്നും നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഈ നാട്ടുകാരുടെ ഉറക്കം ഇല്ലാത്തൊരു സ്ഥിതി ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ക്ഷീരകർഷകരടക്കമുള്ള മേഖലയാണ്. ആ ക്ഷീരകർഷകരടക്കമുള്ള മേഖലയിലാണ് ഇത്തരത്തിൽ ഈ സ്ഥിരമായി പശുക്കളെ, നാൽക്കാലികളെ മുഴുവൻ പിടിച്ച് കൊല്ലുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. 3 ദിവസത്തിനകം 4 പശുക്കൾ, ഇന്ന് ഒരാട് പോലും ചാവുന്ന നിലയാണ് ഉണ്ടായത്. ഇന്ന് വൈകിട്ട് 9:30 കൂടിയാണ് നടുക്കുന്ന ദൃശ്യം നമ്മൾ പുറത്തുവിട്ടത്. ആ നടുക്കുന്ന ദൃശ്യമെന്ന് പറയുന്നത് വലിയ ഈ കടുവ വന്ന് നിലയുറപ്പിച്ച ശേഷം ആ കടുവ വന്ന് അവിടെ ഈ ജഡം തേടി അതിനകത്ത് അലയുന്ന കാഴ്ച, അതായത് അതിനകത്ത് അലയുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അത്രമാത്രം ആശങ്ക ആളുകളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ആ ദൃശ്യം ആരിലും നടുക്കമുടക്കുന്ന ദൃശ്യമായിരുന്നു. അതിനുശേഷം മാളിയേക്കൽ ബെന്നിയുടെ വീട്ടിൽ നിന്ന് ഈ കടുവ വരുന്നത് നേരെ ഈ സാബുവിൻ്റെ വീട്ടിലേക്കാണ്. സാബുവിൻ്റെ വീട്ടിലേക്ക് കടുവ എത്തിച്ച ശേഷം കടുവ സാബുവിൻ്റെ വീട്ടിലേക്ക് എത്തി നേരെ ഇവിടെ സ്ഥാപിച്ച കൂട്ടിലേക്ക് കയറുകയായിരുന്നു. അതോടുകൂടി അതിൻ്റെ കെണിയിൽ കുടുങ്ങി എന്നുള്ള വിവരം പുറത്തു വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വേഗത്തിൽ തന്നെ ഇത് ടാർപോളിയും വെച്ച് മൂടുന്ന നടപടിയിലേക്ക് കടന്നു. അത്യാവശ്യം ഈ കടുവയ്ക്ക് പരിക്കുണ്ടോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ? ഒരുപക്ഷെ ഈ ടെറിട്ടറി കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായി ഈ കടുവ അങ്ങനെ കൂട്ടം തെറ്റിയോ മറ്റോ ഇങ്ങോട്ടേക്ക് എത്തിയതാകുമോ? അങ്ങനെ എത്തിയതാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അത്തരം നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്തായാലും കടുവയടങ്ങിയ കൂട് ട്രാക്ടറിലേക്ക് കയറ്റി കഴിഞ്ഞു. ഇനി വേണ്ടത് ഇവിടെ നിന്നും കൊണ്ടുപോവുക എന്നുള്ള നടപടിയിലേക്കാണ് പോകേണ്ടത്. അത്തരം നടപടിയിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുകയാണ്. ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വേഗത്തിൽ തന്നെ നടപ്പിലാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഏതാനും നാളുകളായി തന്നെ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. പലപ്പോഴും ഈ ആനയും മറ്റും, ആന മാത്രമല്ല, ആനയും പുലിയും കടുവയും കാട്ടുപോത്തും മാനും മുതൽ അങ്ങനെ പന്നിയും കാട്ടുപന്നിയും എല്ലാം തന്നെ വലിയ അലോസരം വയനാടിൻ്റെ ഇത്തരം മേഖലകളിൽ ഉണ്ടാക്കുന്നു തന്നെയാണ്. അതിനെ എല്ലാം തന്നെ അതിൻ്റെ ഒരു തുടർച്ചയായാണ് ഇത്തരത്തിലൊരു കടുവ ആക്രമണം ഉണ്ടായത്. നേരത്തെ വാഗേരിയിൽ പ്രജീഷിനെ ഒരു കടുവ കൊലപ്പെടുത്തിയ സാഹചര്യം, പുൽപ്പള്ളിയിൽ, ആദണ്ടയിൽ, അതോടൊപ്പം തന്നെ മൂലങ്കാവിൽ ഉൾപ്പെടെ കടുവകൾ ഇറങ്ങി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിന് ഒരു പരിധിവരെ മാറ്റമുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആ ആശ്വാസകരമായ കാര്യമാണ് എന്തായാലും കടുവയെ ഇവിടെ നിന്നും ഇനി നേരെ കൊണ്ടുപോകുന്നത് കുപ്പാടിയിലേക്കാണ്. കുപ്പാടിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ വനംവകുപ്പിൻ്റെ കീഴിൽ തന്നെയുള്ള മൃഗസംരക്ഷണ കേന്ദ്രമുണ്ട്. അവിടേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ആ നടപടിയിലേക്ക് പോകുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരം നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഡോക്ടർ
അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന, പ്രാഥമിക പരിശോധന ഉണ്ടാകും. RRT സംഘം നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ആ പരിശോധനയ്ക്ക് ശേഷമാകും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ ഒരു പരിധിവരെ ആശ്വാസമുണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ പതുക്കെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കൂട് ആണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആ കൂട്ടിൽ എന്തായാലും കടുവയുണ്ട്. ആ കടുവയെ ഇവിടെ നിന്നും കൊണ്ടുപോയ ശേഷം പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കും. അതിനുശേഷം ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള പരിശോധനകൾക്ക് ശേഷം നേരെ കുപ്പാടിയിലേക്ക് കൊണ്ടുപോകും. പിന്നീടാകും തീരുമാനമുണ്ടാവുക. ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവ് പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ കടുവ ആരോഗ്യവാനെങ്കിൽ സ്വാഭാവികമായും വനത്തിൻ്റെ വനാന്തർഭാഗത്തേക്ക് തുറന്നു വിടണമെന്നുള്ള ഒരു കാര്യം അതിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കടുവയെ സംബന്ധിച്ചിടത്തോളം കടുവയുടെ 2 ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ കടുവ അവശനാണ് എന്നുള്ള തരത്തിൽ ഒരു സൂചന കാണുന്നുണ്ട്. അത്തരം നടപടികളിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കും. അതായത് അതിനെ പരിശോധനയ്ക്ക് ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഉണ്ടാവുക. ഇക്കാര്യം DFO ഇൻചാർജ് P രഞ്ജിത്ത് തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ശരി, ഈ ഇരുളം എന്ന് പറയുന്ന ഈ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം പൂതാടി പഞ്ചായത്തിലെ കേണിച്ചിറ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്. ഒരു ഇവിടുത്തെ ജനപ്രതിനിധിയാണ് പ്രസാദ്. അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ആശ്വാസമായത്? ഒരു താൽക്കാലിക ആശ്വാസമായി എന്ന് പറയാം. കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പൂതാടി പഞ്ചായത്തിൽ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ ശല്യം നിരവധിയായിട്ടുണ്ട് എന്നുള്ളത് അറിയാമല്ലോ. പക്ഷേ 4 ദിവസമായി ഈ പൂതാടി കേണിച്ചിറ പ്രദേശത്ത് നിലനിന്നിരുന്ന ഒരാശങ്ക പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും ആ ആശ്വാസത്തിന്റെ ശരി സുർജിത്ത്, ഏതായാലും അത് ആശ്വാസ വാർത്തയാണ്. കടുവ കൂട്ടിലായിരിക്കുന്നു. കടുവ അവിടെ നിന്ന് നീക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് തത്സമയം ചേർന്ന വിവരങ്ങൾ നൽകിയത്. പെരുന്നാളിനോടനുബന്ധിച്ച് സൗദിയിലെ ഖമീസ് മുഷീത്തിൽ നടന്ന അസീർ സോക്കർ ഫുട്ബോൾ മത്സരങ്ങളിൽ കാസ്ക് FC ജേതാക്കളായി. മത്സരം സമനിലയിലായതിനെ തുടർന്ന് ഷൂട്ടൌട്ടിൽ ഫാൽക്കൺ FCയെ പരാജയപ്പെടുത്തുകയായിരുന്നു. ജേതാക്കൾക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും അജ്മൽ അനൂപും രാജേഷ് കട്ടിട്ടയും ചേർന്ന് കൈമാറി. റണ്ണറപ്പ് ട്രോഫിയും ക്യാഷ് പ്രൈസും മുനീർ ചക്കുവള്ളിയും നവാബ് ഖാൻ ഭീമാപ്പള്ളിയും ചേർന്ന് സമ്മാനിച്ചു. 2 ദിവസങ്ങളായി നടന്ന മത്സരത്തിൽ 8 പ്രമുഖ ടീമുകൾ പങ്കെടുത്തു. സൗദിയിലെ ഖമീഷ് മുഷയത്തിൽ വിവിധ സർക്കാർ പരിപാടികളുമായി സഹകരിച്ച് മലയാളി സാമൂഹ്യ പ്രവർത്തക അസീർ ഗവർണറേറ്റ് ആദരിച്ചു. ഗവർണറേറ്റിന്റെ റംസാൻ പരിപാടിയായ അജാവേദ് 2ന്റെ ഭാഗമായ OICC ദക്ഷിണ മേഖലാ പ്രസിഡന്റ് അഷ്റഫ് കുറ്റിച്ചൽ, മനാഫ് പരപ്പിൽ, മാധ്യമപ്രവർത്തകൻ റസാഖ് കിണാശ്ശേരി, അൻസാരി റഫീഖ്, ബഷീർ, മുസ്തഫ, സലീം സക്രിയ, ഫൈസൽ എന്നിവരെയാണ് ആദരിച്ചത്. അജാവേദ് ഡയറക്ടർ സാദ് അൽ ഷഹാനി പ്രശംസാപത്രം വിതരണം ചെയ്തു. കുവൈറ്റിൽ സ്വകാര്യ പാർപ്പിട കേന്ദ്രങ്ങളിലെ ബേസ്മെന്റുകൾ വെയർഹൌസുകളാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് മുനിസിപ്പാലിറ്റിയുടെ മുന്നറിയിപ്പ്. നിലവിൽ നിക്ഷേപ വാണിജ്യ കേന്ദ്രങ്ങളിലെ ബേസ്മെന്റുകൾ ഒഴിപ്പിച്ചു വരികയാണ്. സ്വകാര്യ പാർപ്പിട കേന്ദ്രങ്ങളിലെ ബേസ്മെന്റുകൾ വാടകയ്ക്ക് നൽകി വരുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള നിരവധി പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടറും കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഔദ്യോഗിക വക്താവുമായ മുഹമ്മദ് നന്ദൻ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റ് ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജീവനക്കാരുടെ 5 ബന്ധുക്കൾ ഇന്ന് കുവൈറ്റിലെത്തി. NBTC HR ആൻഡ് അഡ്മിൻ കോർപ്പറേറ്റീവ് ജനറൽ മാനേജർ മനോജ് നന്ദിയാലത്താണ് ഇക്കാര്യം അറിയിച്ചത്. കുവൈറ്റിലെ മംഗഫിൽ NBTC താമസ കേന്ദ്രത്തിലുണ്ടായ അഗ്നിബാധയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജീവനക്കാരുടെ ബന്ധുക്കളിൽ 5 പേരെ ഇന്ന് കുവൈറ്റിലെത്തിച്ചതായി NBTC മാനേജ്മെന്റ് അറിയിച്ചു. കൂടാതെ 4 പേർ കൂടി ബുധനാഴ്ചയോടെ കുവൈറ്റിലെത്തും. ആദ്യഘട്ടമെന്ന നിലയിൽ ബന്ധുക്കളെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച പരിക്കേറ്റ ജീവനക്കാരുടെ ബന്ധുക്കളെയാണ് NBTC മാനേജ്മെന്റ് കുവൈറ്റിലെത്തിച്ചത്. ഇവർക്കുള്ള സന്ദർശക വിസ, കുവൈറ്റിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ്, ഭക്ഷണ താമസ സൗകര്യം തുടങ്ങിയ സൗകര്യങ്ങളും NBTC ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം അഗ്നിബാധയിൽ പരിക്കേറ്റ് ജീവൻ നഷ്ടമായ ബീഹാർ സ്വദേശിയെന്ന് സംശയിക്കുന്ന ജീവനക്കാരൻ്റെ സഹോദരൻ ഷാരൂഖിനെയും കുവൈറ്റിലെത്തിച്ചു. തുടർന്ന് DNA പരിശോധന പൂർത്തീകരിച്ചതായി NBTC HR ആൻഡ് അഡ്മിൻ കോർപ്പറേറ്റ് ജനറൽ മാനേജർ മനോജ് നന്ദിയാലത്ത് അറിയിച്ചു. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും NBTC മാനേജ്മെന്റ് അറിയിച്ചു. നിലവിൽ 7 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇവരിൽ 3 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഇവരുടെയെല്ലാം ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും അധികം വൈകാതെ തന്നെ ആശുപത്രി വിടാൻ കഴിയുമെന്നും NBTC മാനേജ്മെന്റ് അറിയിച്ചു. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്.
സംസ്ഥാനത്ത് വിലക്കയറ്റം സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് 24നോട്. കേരളത്തിന് പുറത്ത് വില കൂടി നിൽക്കുന്നത് പ്രതിസന്ധിയാണ്. ഇടനിലക്കാരില്ലാതെ പച്ചക്കറി ശേഖരിച്ച് വിപണനം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. ഈ ഇടനിലക്കാരില്ലാതെ പച്ചക്കറികൾ സംഭരിച്ചിട്ട് ഇവിടങ്ങളിൽ വിപണനം ചെയ്യുന്നതിനുള്ള ഒരു നീക്കമാണിപ്പോൾ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ളത്. അത് നമുക്കൊരു വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. നമ്മൾ കേരളത്തിന് പുറത്തു നിന്ന് പച്ചക്കറി ലഭ്യമാകുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് കൂടി വരുന്ന അവസരത്തിൽ നമുക്കത് മനസ്സിലാവും ബോധപൂർവമാണോ അവിടങ്ങളിൽ വില കുറച്ച് കിട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നത് വില ഒരുപാട് ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയാണോ എന്നുള്ളതും പരിശോധിച്ച് നോക്കിയ ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.